ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 59 ദിവസക്കാലത്തിന് മുമ്പ് എൽ ഡി എഫിൻ്റെ 20 സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച് ആവേശകരമായ പ്രവർത്തനത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 ഘട്ടം കൊല്ലം MLA ആയി പ്രവർത്തിക്കുന്ന എം മുകേഷിനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 8 പാർട്ടികളുള്ള മുന്നണിയായിരുന്നു എൽ ഡി എഫ് എങ്കിൽ 10 പാർട്ടികളടങ്ങുന്ന മുന്നണിയായി എൽ ഡി എഫ് 20 അവസാനത്തോടുകൂടി വിപുലീകരിക്കപ്പെട്ടു. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 6 അസംബ്ലി മണ്ഡലങ്ങളും എൽ ഡി എഫ് ജയിക്കുകയും 98,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് മേൽക്കൈയുള്ള കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇക്കുറി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം മുകേഷ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അതിനുവേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനമാണ് എൽ ഡി എഫ് ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം 24-ാം തീയതി ആരംഭിച്ച സ്വീകരണ പരിപാടി 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 23 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സ്വീകരണ പരിപാടികളാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 1215 ബൂത്ത് മേഖലയിൽ സംഘടിപ്പിച്ചത്. ഇവിടെ BJP-യിലേക്ക് NK പ്രേമചന്ദ്രൻ പോകും എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം ഇടത് ക്യാമ്പിൽ നിന്ന് ഉയരുന്നു. അത് ആശയ ദാരിദ്ര്യം എന്നാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. ആശയ ദാരിദ്ര്യം എന്നല്ല അതിൻ്റെ വസ്തുത. നിലവിലുള്ള കൊല്ലം MP എടുക്കുന്ന നിലപാടുകളാണ് അദ്ദേഹം UDF വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുമെന്ന് ജനങ്ങളാകെ വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുമ്പോൾ ആ വാചകം അദ്ദേഹം ഏറ്റുപറയുകയും പ്രധാനമന്ത്രിയെ ഇച്ഛാശക്തിയുള്ള നേതാവാണ് എന്ന് വാഴ്ത്തിപ്പാടുകയും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കൊല്ലത്തൊരു പരിപാടിയിൽ വന്നപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കം പരസ്യമായി പറയുകയും അതോടൊപ്പം തന്നെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 10 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ INTUCയുടെ സംസ്ഥാന നേതാവ് ചന്ദ്രശേഖരൻ പറയുകയും അദ്ദേഹം ഒരു സർക്കസ് കൂടാരത്തിലെ കോമാളിയാണ് എന്ന് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയുമൊക്കെ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമാണ്. 3 മുന്നണിയുടെയും നേതാക്കളെ പോർക്കളം പരിപാടിയിൽ വിളിച്ച സന്ദർഭത്തിൽ 4-ാം തീയതി നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് കൊല്ലത്തെ MP BJP-യിലോട്ട് ചെന്നാൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് BJP-യുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ പരസ്യമായി പറഞ്ഞതടക്കം നൽകുന്ന സൂചന തന്നെയാണ് UDF അദ്ദേഹം വഞ്ചിച്ച് BJP-യുടെ താല്പര്യം സംരക്ഷിക്കും എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഇന്ന് SDPI വോട്ട് വീണ്ടും തള്ളാതെയാണ് NK പ്രേമചന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചത്. ആര് വോട്ട് ചെയ്താലും മേടിക്കും, അങ്ങനെ ജനാധിപത്യത്തിൽ ഇന്നയാളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല, ആരുടെ വോട്ടായാലും വേണം എന്ന നിലപാടാണ് NK പ്രേമചന്ദ്രൻ. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചത് BJP-യുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീ വേലായുധനായി. 2019 എറണാകുളത്തുള്ള സാബുവിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. BJP-യുടെ വോട്ട് BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയെ ബോധപൂർവ്വം നിർത്തിയിട്ട് UDF വേണ്ടി അട്ടിമറിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് കൊല്ലത്ത് നടന്നത് എന്ന് 2014 സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP-യുടെ നേതാവ് തന്നെ പത്രസമ്മേളനം നടത്തി പറയുന്ന സാഹചര്യമുണ്ടായി. തീവ്രവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതൃത്വത്തിനും ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതേതര നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം
BJPയുമായി അദ്ദേഹം സന്ധി ചെയ്യുന്ന നിലയിൽ ഉള്ളതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഒരേ സമയം തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ നിലയിലുള്ള പ്രതികരണം UDFിൻ്റെ സ്ഥാനാർത്ഥി നടത്തിയത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ CPMന്റെ ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ടും തനിക്ക് ഇത്തവണ ലഭിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ പറയുന്നു. വോട്ട് ചോരുമോ? NK പ്രേമചന്ദ്രൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ CPMന് ഒരു സീറ്റും ലഭിക്കില്ല എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. LDFിലെ ഘടകകക്ഷിയായിരുന്ന RSP 2014 പ്രേമേന്ദ്രൻ്റെ പ്രത്യേക താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി UDFിൻ്റെ കൂടാരത്തിൽ കൊണ്ടുപോയിട്ട് 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംപൂജ്യരായി മാറിയ അനുഭവമാണ് RSPക്കുള്ളത്. CPMൻ്റെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നത് അദ്ദേഹം കാണുന്ന ദിവാസ്വപ്നം മാത്രമാണ്.